ശ്രീമഹാദേവീ നമ. നമസ്കാരം. ദേവീനാരായണീയം 19-ാം ദശകമാണ് വർണ്ണിക്കുന്നത്. ശ്രീമദ് ദേവീ ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധം ആണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. പുരാധരാ ദുർജന ഭാരതീന സമം സുരഭ്യ വിബുധൈശ്ച ദേവി വിധിം സമേത്യ സ്വദശാമുവാച സചാനയൽ ക്ഷീരപയോനിധിം താൻ. മഹാവിഷ്ണു അവതാരങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ശ്രീകൃഷ്ണ അവതാരം. ആ കൃഷ്ണാവതാര ചരിത്രം, കൃഷ്ണാവതാര ലീലകളെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഇവിടെ ദേവീ ഭാഗവതത്തിൽ അത് വളരെ ചുരുക്കിയിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ആ കൃഷ്ണ ലീലകളെയാണ്, കൃഷ്ണ അവതാര ചരിത്രമാണ് അടുത്ത ഏതാനും ദശകങ്ങളിൽ കൂടിയിട്ട് ദേവീനാരായണീയത്തിലും നമുക്ക് കാണാൻ കഴിയുക. ദുർജനങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നതോടുകൂടി ദുർജനങ്ങളാൽ ഭൂമിക്ക് ഭാരം ദുസ്സഹമായി തീരുകയും ഭൂമി തന്റെ സങ്കടത്തെ ദേവന്മാരെ അറിയിക്കുന്നു. ദേവന്മാരെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് എല്ലാവരോടും കൂടിച്ചേർന്ന് അവരെ പാലാഴി തീരത്തേക്ക് നയിക്കുകയാണ്. സ്തുതോ ഹരി പത്മഭവേന സർവം ജ്ഞാത്വാഖിലാൻ സാഞ്ജലിബന്ധമാഹ ബ്രഹ്മൻ സുരാനൈവ വയം സ്വതന്ത്ര ദൈവം ബലീയ കിമഹം കരോമി. ഭൂമിദേവിയോടുകൂടി ദേവന്മാരോടൊപ്പം പലാഴിയുടെ തീരത്ത് ചെല്ലുന്ന ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് ആ ഭഗവാനെ, മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു അവരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് എന്തിനായിട്ടാണ് ദേവന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവരോടെല്ലാവരോടുമായി ഭഗവാൻ പറയുന്നു, ഭൂമിയുടെ ദുഃഖത്തെ തീർക്കുവാൻ എനിക്കോ ബ്രഹ്മാവിനോ നിങ്ങൾ മറ്റു ദേവന്മാർക്കോ കഴിയില്ല. അതിന് കാരണം നമ്മൾ ആരും തന്നെ വിധിയെ മറികടക്കുവാൻ ശക്തരല്ല. സ്വസ്വകർമ്മങ്ങളുടെ ഫലം ഏവരും അനുഭവിക്കുക തന്നെ വേണം. എല്ലാവരും കർമാധീനരാണ്. എന്നിരിക്കെ ഈ ഭൂഭാര നാശത്തിനായി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ദൈവേന നീത ഖലു മത്സ്യകൂർമ്മകോരാദിജന്മാന്യവശോഹമാപ്ത നൃസിംഹഭാവാദതിഭീകരത്വം ഹയാനനത്വാത് പരിഹാസ്യതാം ച. വിധി അല്ലെങ്കിൽ ശിരോലിഖിതം അത് പ്രബലമാണ്. അതിന് എന്താണ് ഇവിടെ ഉദാഹരണമായി പറഞ്ഞത്? ഭഗവാൻ തൻ്റെ തന്നെ അനുഭവത്തെ പറയുകയാണ്. തനിക്ക് വൈകുണ്ഠം എന്ന ആസ്ഥാനം, അവിടെ ലക്ഷ്മീ ദേവിയോടുകൂടി വസിക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും മത്സ്യമായി, കൂർമ്മമായി, വരാഹമായി ഒക്കെ അവതരിക്കേണ്ടി വരുന്നു. അങ്ങനെ മത്സ്യാദി യോനികളിൽ
ജനിക്കേണ്ടി വരുന്നത് നരസിംഹമായിട്ടും ഹയഗ്രീവനായിട്ടും ഒക്കെ പല രൂപങ്ങളെയും സ്വീകരിക്കേണ്ടി വന്നത് ഇതൊന്നും താൻ ആഗ്രഹിച്ചിട്ടല്ല. എന്നാൽ പല രൂപങ്ങളും പല ഭാവങ്ങളും എടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ജാത പുനർദാശരഥിശ്ച ദുഃഖാത് ദുഃഖം ഗതോഹം വിപിനാന്തചാരി രാജ്യം ച നഷ്ടം ദയിതാഹൃതാ മേ പിതാമൃതോഹ പ്ലവകാ സഹായ. മത്സ്യ കൂർമാദി യോനികളിൽ ജനിച്ചു. എന്നാൽ അതൊക്കെ അല്പകാലം മാത്രമായിരുന്നുവെങ്കിൽ രാമാവതാരത്തിൽ ദശരഥപുത്രനായി രാമൻ എത്രയോ കാലം ആ രാമാവതാരത്തിലെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. സീതാവിയോഗത്തിന്റെ ദുഃഖം. ആ സമയത്ത് ലക്ഷ്മണൻ മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. സഹായത്തിനായിട്ട് വാനരന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്വാരണം ഭീമമരിം നിഹത്യ പത്നിം ച രാജ്യം ച പുനർഗൃഹീത്വാ ദൃഷ്ട്വാപവാദേന പതിവ്രതാം താം വിഹായ ഹാ ദുർയശാഭിഷിക്ത. വാനരന്മാരുടെ സഹായം കൊണ്ട് സീതാദേവിയെ അപഹരിച്ച രാവണനെ നിഗ്രഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സീതാദേവിയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അയോധ്യയിൽ മടങ്ങിയെത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരികെ കിട്ടി. വീണ്ടും ആ അയോധ്യയുടെ ഭരണ ചുമതല ഏറ്റെടുത്തു. രാജ്യാഭിഷേകം ഒക്കെ നടന്നു. എന്നാൽ പിന്നീടും ഏതോ ഒരാൾ സീതയെ പഴി പറഞ്ഞതിൻ്റെ പേരിൽ, ആ അപവാദ പ്രചരണത്തിന്റെ പേരിൽ പതിവ്രതയായിട്ടുള്ള സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൻ്റെ ദുഷ്കീർത്തി കലാകാലങ്ങളായി ബാക്കി നിൽക്കുന്നു. അത്തരത്തിൽ രാമാവതാര കാലത്തിൽ ദശരഥപുത്രനായി ദാശരഥിയായിരുന്ന സമയത്തെ 3 അഭിഷേകങ്ങളെ ഇന്നും ഓർമ്മിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, രണ്ടാമത്തേത് സാക്ഷാൽ ശ്രീരാമപട്ടാഭിഷേകം, മൂന്നാമതായി ദുഷ്കീർത്തി കൊണ്ടുള്ള അഭിഷേകം. യദി സ്വതന്ത്രോസ്മി മമൈവ മാർത്തിർ ന സ്യാദ്വയം കർമ്മകലാപബദ്ധ സദാപി മായാവശകാ സ്തതോത്ര മായാധിനാഥാം ശരണം വ്രജാമ. ഞാൻ സ്വതന്ത്രനാണ് എങ്കിൽ, കർമ്മബദ്ധനല്ല എങ്കിൽ ഇത്രത്തോളം ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ കർമ്മബദ്ധരാണ്, കർമാധീനരാണ്, മായയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. മായയെ കീഴ്പ്പെടുത്തി കർമാതീതയായി വർത്തിക്കുന്നത് ആ ജഗദംബിക മാത്രമാണ്, ആ മഹാമായ മാത്രമാണ്. അതുകൊണ്ട് ഈ കർമ്മക്കുരുക്കിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ ദേവീ ഭജനമാണ് ചെയ്യേണ്ടത്. ഭൂമിയുടെ ദുഃഖം തീർക്കുവാനും ആ ജഗദംബികയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഇവിടെ ഭഗവാൻ തന്നെ വ്യക്തമാക്കുകയാണ്. ദേവന്മാരെ, അവരുടെ സ്തുതി കേട്ട് ബ്രഹ്മാദി ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ അവർക്ക് കൊടുക്കുന്നതായിട്ടൊരു നിർദ്ദേശമാണിത്.
ഭൂമിയുടെ ഭാരം തീർക്കണമെങ്കിൽ, ഭൂമിയുടെ ക്ലേശം തീർക്കണമെങ്കിൽ ആ ജഗദംബികയ്ക്ക് സാധിക്കൂ എന്ന് പറയുകയാണ്. ഇതീരിതൈർ ഭക്തിവിനമ്രശീർഷൈർ നിമീലിതാക്ഷൈർ വിബുധൈ സ്മൃതാത്വം പ്രഭാതസന്ധ്യേവ ജപാസുമാംഗീ തമോ നിഹന്ത്രീ ച പുരസ്ഥിതാർത്ഥ. ഭഗവാൻ മഹാവിഷ്ണു പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് മറ്റെല്ലാ ദേവന്മാരും ആ ദേവിയെ പ്രണമിച്ചു. എല്ലാവരും ഒരേ സമയം ദേവീ സ്മരണ ചെയ്തു. അവർക്ക് മുന്നിൽ ആ ജഗദംബിക ദർശനം നൽകുകയാണ്. അജ്ഞാനത്തിനെ നീക്കുന്നതായ ജ്ഞാനസൂര്യനെ, ജ്ഞാനപ്രകാശമായിട്ട് അവിടെ ദേവി അവരുടെ മുന്നിൽ പ്രകാശിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്, എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്തുകൊണ്ട് ദേവി അവരോട് പറയുകയാണ്. ജാനേ ദശാംബോ വസുദേവപുത്രോ ഭൂത്വാ ഹരിർ ദുഷ്ടജനാൻ നിഹന്ത തദർത്ഥശക്തിരഹമസ്യ ദദ്യാം അംശേന ചായേയ ച നന്ദപുത്രീ. ഭഗവാൻ മഹാവിഷ്ണു ദേവകീ വസുദേവന്മാരുടെ പുത്രനായി യദുവംശത്തിൽ അവതരിക്കും. ആ യദുകുമാരനായിട്ട് അവതരിക്കുന്ന ഭഗവാന് ഭൂഭാരം നശിപ്പിക്കുവാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുവാൻ വേണ്ടതായ ശക്തികളെയെല്ലാം യഥാസമയം ലഭിച്ചുകൊള്ളും. ഗോകുലത്തിൽ നന്ദപുത്രിയായി, യശോദാനന്ദന്മാരുടെ പുത്രിയായി ഞാനും അവതരിക്കും. ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതെല്ലാം മുൻകൂട്ടി തന്നെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യൂയം ച സാഹായ്യമമുഷ്യകർത്തു അംശേന ദേവാ ദൈതാ സമേത ജായേത്വമുർവ്യാം ജഗതോസ്തു ഭദ്രമേവം വിനിർദിശ്യ തിരോദധാഥ. ദേവി ആസൂത്രണം ചെയ്തതും മഹാവിഷ്ണു നടത്താൻ പോകുന്നതുമായ ഈ ഭൂഭാരനാശത്തിനായി ദേവന്മാരും പങ്കെടുക്കണം. ദേവന്മാരും ഭൂമിയിൽ അവതരിക്കണം. ആ വിഷ്ണുവിനായി, സഹായത്തിനായിക്കൊണ്ട് വർത്തിക്കണം. ഇത്തരത്തിൽ ദുഷ്ടസംഹാരം വഴി ലോകത്തിന് നന്മ വരും എന്നെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ ദേവി അന്തർധാനം ചെയ്തത്. വിചിത്രദുഷ്ടാസുരഭാവഭാരനിബീഡിതം മേ ഹൃദയം മഹേഷി അത്രാവതീര്യേതമപാഗുരുത്വം മാതാഹി മേ തേ വരദേ നമോസ്തു. ഭഗവാൻ മഹാവിഷ്ണുവിനെ കൊണ്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതെയാക്കുവാൻ ആണ് ദേവി നന്ദപുത്രിയായി അവതരിക്കും എന്ന് മുൻപ് പറഞ്ഞത്. ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു പരാതിയെ ബോധിപ്പിക്കുകയാണ്. എൻ്റെ മനോഭൂമിയിലും ദുഷ്ടന്മാർ പെരുകിക്കഴിഞ്ഞു. കാമക്രോധാദികളാണ് ഇവിടെ അസുരന്മാരായി, ദുഷ്ടന്മാരായിട്ടുള്ളത്. ദേവി ഈ ഹൃദയത്തിൽ അവതരിച്ചുകൊണ്ട് ഇവരെ നിഗ്രഹിച്ചാലും
അങ്ങനെ ദേവി അവതരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനോഭൂമിയിലുള്ള എല്ലാ ആസുരിക ഭാവങ്ങളും നശിക്കും. അതുകൊണ്ട് എൻ്റെ മനോഭൂമിയിൽ, എൻ്റെ ഹൃദയത്തിൽ അവതാരത്തെ സ്വീകരിച്ചാലും അവതരിച്ചാലും ആവിർഭവിച്ചാലും അങ്ങനെ ദേവിയെ അവതാരോന്മുഖിയാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് ആ ദേവിയുടെ മുന്നിൽ പ്രണമിക്കുകയാണ് സ്തോത്രകാരനും ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ മുന്നോടിയായി പറഞ്ഞ 19ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവി നമഃ.